90 രൂപയും കൊണ്ട് അർത്തങ്കല് പെരുന്നാൾ കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാലറി വന്നതും തീർന്നതും ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് അപ്പൂസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് പുറത്ത് പോകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു 500 രൂപയെങ്കിലും കൈ കരുതണ്ടേടാന്ന് ഞാൻ ചോദിച്ചു. അതിനെന്താ ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്നൊരു ഉത്തരവ്. മാമാട്ടി എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പള്ളിപ്പെരുന്നാളിന്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല പോയത്, ആളിയനും നാത്തൂനും ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നതുകൊണ്ട് വെള്ളേച്ചനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയില്ല കേട്ടാ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ മുട്ടിലിഴയാന്ന് പണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ അംഗീകരിക്കാത്ത സമയത്ത് ഒരു നേർന്നിട്ടുണ്ടായിരുന്നു. അത് പെൻഡിങ്ങിലിരിക്കുവാണ്. ഇത് ശരിക്കും നമുക്ക് ദേഷ്യം വരും കേട്ടോ. ഇത് കൊച്ചുങ്ങളുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് ഒരാളൊന്നുമല്ല, നിറയെ കുട്ടികളുണ്ട്. പിന്നെ അവരുടെ വയറ്റിപ്പഴപ്പ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചീത്തയും പറയാൻ പറ്റത്തില്ലല്ലോ. മുല്ലയ്ക്കൽ ചെറുപ്പനയിലും അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നേ. അതിനേലും വിലക്കുറവിലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ കുലിക്ക് സർബത്തിൻ്റെ സ്ഥിരം പിള്ളേര് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബൊമ്മകൾ എന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാട്ടർ ഷോയില്ലേ, മീനും സ്ക്യൂബ ടീമും ഒക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. എനിക്ക് പ്രോപ്പർ പേരൊന്നും അറിയത്തില്ല. 100 രൂപയോട് തകർത്ത് കയറിയപ്പോൾ നഷ്ടമാണെന്ന് ചിന്തിച്ചെങ്കിൽ മാമാട്ടി എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നൊരു സ്വഭാവം ഉണ്ട്. അത് മിക്ക കുട്ടികൾക്കും ഉള്ളതെന്നാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഒരേ ദിശയിലേക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു മീന് ഇങ്ങനെ പോകുന്നതാണ്. നല്ല രസമുണ്ട്.